ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷീജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മീനിൻ്റെ ഒരു കറി വയ്ക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പല രീതിയിലും ഞാൻ ഇതുപോലെ ചൂരമീൻ കറി വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഈ മീനെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് ഇതേപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തല ഞാൻ ഇതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് തല വെട്ടിയിട്ട് അത് കഷ്ണാക്കിയിട്ടിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ വെക്കുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ആ തല അതുപോലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം. ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി എടുക്കാം. പിന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടെ ചേർത്ത് എല്ലാം അരിഞ്ഞ് നമ്മുടെ ഈ കറിയുടെ മീനിൻ്റെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊച്ചുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കളറിനും മറ്റേത് എരിവിനും വേണ്ടിയിട്ടാണ്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പൊടികളും അതുപോലെ ഈ കഷ്ണങ്ങളും എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഈ പൊടികളും എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ഇതിലേക്ക് പിടിക്കാനാണ്. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ്, ഉപ്പ്, പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ചേരുവയാണ് കേട്ടോ ഈ പിന്നെ മുരിങ്ങക്കായ ഇതുപോലെ മുറിച്ചിട്ട് അതിൻ്റെ നടു പിളർന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു മുരിങ്ങക്കായുടെ ഒരു ഫ്ലേവർ ഇതിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കറിക്ക് ഒരു അസാധ്യ രുചി തന്നെയാണ്. അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതായിരിക്കും. എന്നതിന് ശേഷം ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് ഞാനൊരു ചെറിയൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് വേണം അരപ്പൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുക. അപ്പം ഒരു ചെറിയ മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഞാൻ വേറെ ഒരു ചേരുവകളും ചേർക്കുന്നില്ല. ഈ ഒരു തേങ്ങ വെറുതെ കൊണ്ട് അരച്ചെടുക്കുകയാണേ. അങ്ങനെ ഇതുപോലെ മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം കണ്ടല്ലോ, നല്ല മഷി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ തിളച്ച് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു അവസരം തന്നെ ധാരാളമാണ്. ഇങ്ങനെ തന്നെ നമുക്ക് എടുത്താലും നല്ല രുചിയാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചിട്ടിട്ട് അതും കൂടി ചേർത്താലും മതി. ഇങ്ങനെ എടുക്കേണ്ടവർക്ക്, തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സമയത്തുമ്പോൾ കറി സ്റ്റോപ്പ് ചെയ്യേ. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ഗ്രേവി എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒക്കെ മിക്സ് ചെയ്യുകയാണേ. പിന്നെ ഇങ്ങനെ സ്പൂൺ ഇടുന്നതുകൊണ്ട് കൂട്ടുകാർ പേടിക്കേണ്ട. കാരണം ചൂരമീൻ ആയതുകൊണ്ട് തന്നെ ഇത് വേവും തോറും നല്ല കട്ടിയാവുന്ന മീനാണ്. മറ്റേ സാധാരണ നമ്മുടെ മീനുകൾ അയിലയൊന്നും പോലെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് സ്പൂണൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് കുത്തി ഇളക്കണ്ടെന്ന് മാത്രം കേട്ടോ. അങ്ങനെ അതെല്ലാം ഒട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അതിനെല്ലാം പാകമായതിന് ശേഷം ഞാൻ കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടു. അപ്പോൾ തന്നെ നമ്മുടെ നല്ല മണമാണ് അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്തതിന് ശേഷം. അതുപോലെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തപ്പോഴേ നല്ല മണമാണ്. അങ്ങനെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് വറുത്ത് നല്ല മൂപ്പായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ്. അതും കൂടി ഒന്ന് ഈ ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2-3 വഴറ്റി. കാരണം വറുത്ത് വെച്ച ഉലുവ ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയവർക്കൊക്കെ അറിയാം. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഈ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.
നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒന്നും നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അത്രയും രുചികരമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി നമ്മൾ അരിഞ്ഞ് വറവിടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ അടപ്പൊന്ന് അടച്ചു വെക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ മണമെല്ലാം നമ്മുടെ ആ കറിയിലോട്ട് തങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെളിച്ചെണ്ണയുടെ അളവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്നു എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്തത് ഇതേപോലെ ആക്കി വെച്ചു കേട്ടോ. എല്ലായിടത്തേക്കും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ കൂട്ടുകാർക്ക് കറി കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം രുചിയായിരിക്കും ഈ കറിക്ക്. ഇപ്പോൾ വ്രതങ്ങളൊക്കെ എടുത്ത് നിന്ന് നമുക്ക് അതൊക്കെ ഒന്ന് തീരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു കറി ഉണ്ടാക്കി ചോറ് തിന്നുകയാണെങ്കിൽ നമ്മുടെ വയറ് പൊട്ടിപ്പോകുന്നല്ലാതെ അത്രയും രുചിയാണ് കേട്ടോ. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറിയൊക്കെ നല്ല പാകമായി. എന്നാൽ ആ തല മുറിച്ചിടാഞ്ഞിട്ട് പോലും അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചൂരമീൻ അങ്ങനെയാണ്, അത്ര പെട്ടെന്നൊന്നും അങ്ങ് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നല്ലൊരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ്. കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.